നമ്മളപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് മോണോട്ടോണിക് ഫങ്ഷൻസ് ലപ്പേക്സ് തിയറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഡെഫിനേഷൻ ആദ്യം നമുക്ക് വായിക്കാം. എ കളക്ഷൻ എഫ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവൽസ് ഈ സെറ്റ് ടു കവർ എ സെറ്റ് ഇ ഇൻ ദ സെൻസ് ഓഫ് വിറ്റാലി പ്രൊവൈഡഡ് ഫോർ ഈച്ച് പോയിൻ്റ് എക്സ് ഇൻ ഇ and epsilon is greater than 0, there is an interval I in F that contain x and has length of I is less than epsilon ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള എഫുകളുടെ കളക്ഷൻ ഉണ്ട്. ഇൻ്റർവെല് വിറ്റാലി പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോ പോയിൻ്റ്, അതായത് എക്സ് ഇയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ദർ എക്സിസ്റ്റ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടെ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും I in F, അതായത് ഐ എന്നുള്ളൊരു ഇൻ്റർവെൽ എഫിൽ ഉണ്ടായിരിക്കും. അതിൽ എന്തുണ്ടായിരിക്കും, എക്സ് ഉണ്ടായിരിക്കും. ലെങ്ത് ഓഫ് ഐ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റാലി കവറിങ് ലെമ്മയാണ്. അപ്പോൾ നമുക്ക് തിയറി എന്താണെന്നുള്ള വായിക്കാം. ലെമ്മ എന്താണെന്നുള്ള വായിക്കാം. ലെറ്റ് ഇ ബി എ സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആൻഡ് എഫ് എ കളക്ഷൻ ഓഫ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ദാറ്റ് കവേഴ്സ് ഇ ഇൻ സെൻസ് ഓഫ് വിറ്റാലി. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 there is a finite distinct subcollection ik and k 1 to n of i for when m star of e minus union ik ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇസ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ടർ മെഷറാണ്. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ടർ മെഷറാണ്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ് ആണ്. ഈനെ കവർ ചെയ്യുന്നുണ്ട് എഫ് സെൻസ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ദർ ഈസ് എ ഫൈനൈറ്റ് ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷൻ. ഫൈനൈറ്റ് ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷൻ ഉണ്ടായിരിക്കും. ഐ കെ 1 to n ഓഫ് എഫ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ ഐ കെ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കുകയാണ് നമ്മൾ. സിൻസ് എം സ്റ്റാർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ദർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് 0 കണ്ടെയ്നിങ് ഇ ആണ്. അതായത് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കും 0 തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഇയിൽ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ഓഫ് 0 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ബിക്കോസ് എഫ് ഈസ് എ വിറ്റാലി കവേഴ്സ് ഓഫ് ഇ വി മേ അസ്യൂം ദാറ്റ് ഈച്ച് ഇൻ്റർവെൽ ഇൻ എഫ് ഈസ് കണ്ടെയ്ൻ ഇൻ 0 ആണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എഫിൽ എന്തുണ്ട്, 0 ഉണ്ടായിരുന്നത്. ബൈ ദ കൗണ്ടബിൾ അഡിക്റ്റിവിറ്റി ആൻഡ് മോണോസിറ്റി ഓഫ് എ മെഷർ നമ്മൾ പറയുകയാണ് സെറ്റ് ഐ കെ 1 to infinity സബ്സെറ്റ് ഓഫ് എഫ് ഈസ് ഡിസ്റ്റോയിൻ്റ്. ദെൻ സമ്മേഷൻ k 1 to infinity ലെങ്ത് ഓഫ് ഐ കെ is less than or equal to m of 0. Moreover, since ik is a closed and f is a Vitali covering of E ആണ്. അങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഇഫ് ഐ കെ ഇസ് കെ 1 to n സബ്സെറ്റ് ഓഫ് എഫ് ദെൻ ഇ മൈനസ് ഇ യൂണിയൻ ഐ കെ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ വേർ എഫ് ഈക്വൽ ടു എഫ് എൻ ഈക്വൽ ടു നമുക്ക് എന്താ പറയാം, ഐ ബിലോങ്സ് ടു എഫ് ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓഫ് ഐ കെ 1 to n ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇഫ് ദർ ഈസ് എ 0 ഇസ് ഫൈനൈറ്റ് ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷൻ ഓഫ് എഫ്, അതായത് 0 എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷൻ ഓഫ് എഫ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ, ഈനെ കവർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൂഫ് കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് വി ചൂസ് എ ഡിസ്റ്റോയിൻ്റ് കൗണ്ടബിൾ സബ് കളക്ഷൻ. നമ്മൾ ചൂസ് ചെയ്യാണ് ഡിസ്റ്റോയിൻ്റ് ആയിട്ടുള്ള കൗണ്ടബിൾ സബ് കളക്ഷൻ ഐ കെ 1 to infinity ഓഫ് എഫ് ആണ്. വിച്ച് ഹാസ് ഫോളോയിങ് പ്രോപ്പർട്ടി. ഇതിന് ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇ മൈനസ് യൂണിയൻ ഐ കെ സബ്സെറ്റ് ഓഫ് യൂണിയൻ കെ 1 കെ ഇവിടെ എന്തായാലും യൂണിയൻ ഐ കെ എന്നുള്ള കെ 1 to n ആയിരുന്നു. ഇവിടെ യൂണിയൻ കെ n+1 ഇൻഫിനിറ്റി ആണ്. എൻ്റെ ഫസ്റ്റ് ഐ കെ ഫോർ n ആണ്. ഐ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഐ ആണ്. എസ് സ്റ്റാർ ഐ ഈസ് ഡിപ്പെൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ദാറ്റ് ഹാസ് എ സെയിം മിഡ് പോയിൻ്റ് ആസ് ഐ ആണ്. സെയിം മിഡ് പോയിൻ്റ് ആണ് ഉണ്ടായിരിക്കുക. 5 times ലെങ്ത്. ടു ബിഗിൻ ദിസ് സെലക്ഷൻ ലെറ്റ് I1 ബി ദ എനി ഇൻ്റർവെൽ ഇൻ എഫ്. I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലാണ്. എഫത്തെ n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പറാണ്. അങ്ങനെയാണ് ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷൻ. നമ്മൾ ആദ്യം തന്നെ ഡിസ്റ്റോയിൻ്റ് സബ് കളക്ഷനാണ് എടുത്തിട്ടുള്ളത്. ഐ കെ എന്ന് പറഞ്ഞിട്ടുള്ള കെ 1 to infinity ഓഫ് എഫ് ഹാസ് ബീൻ ചൂസൺ സിൻസ് ഇ മൈനസ് യൂണിയൻ, ഇയിൽ നിന്ന് യൂണിയൻ ഐ കെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത് നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ദ കളക്ഷൻ എഫ് എൻ ഡിഫൈൻ ടു ബി നോൺ എം ടി ആണ്. മോറെവർ ദ സുപ്രീം ഓഫ് എസ് എൻ ആണ് ഓഫ് എ ലെങ്ത് ഓഫ് എ ഇൻ്റർവെൽ ഇൻ എഫ് എൻ
for which length of I n plus 1 is greater than Sn by 2 ആണ്. Sn by 2. The inductively IK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K1 to infinity a countable disjoint subcollection of F ആണ് such that for each n. അതായത് ലെങ്ത് ഓഫ് I K plus 1 is greater than length of I by 2 if I belongs to Fലുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I ഇൻ്റർസെക്ഷൻ യൂണിയൻ K1 to n I n equal to 5 ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് I K 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് എ നാച്ചുറൽ നമ്പർ ടു വെരിഫൈ ദ ഇൻഡക്ഷൻ. നമ്മളിപ്പോൾ കിട്ടിയത് I ഇൻ്റർസെക്ഷൻ യൂണിയൻ I K equal to 5 എന്നാണ്. ദെൻ നൗ I മസ്റ്റ് ഹാവ് നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ വിത്ത് I K ആണ്. അതായത് ഐക്ക് എന്തായാലും ഒരു I K ആയിട്ട് ഒരു നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കും. അതർവൈസ് ലെങ്ത് ഓഫ് I K ഇസ് ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് I by 2 by n ആയിരിക്കും. ഫോർ ഓൾ K ആണ് വിച്ച് കോൺട്രഡിക്ട് ദ കൺവേർജൻസ് ഓഫ് ലെങ്ത് ഓഫ് I K to 0 ആണ്. ലെറ്റ് n ബി ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഫോർ വിച്ച് ആണ്. അപ്പോൾ I n ഇൻ്റർസെക്ഷൻ I n നോട്ട് ഈക്വൽ ടു 5 ആണെന്നുണ്ടെങ്കിൽ ദെൻ ക്യാപിറ്റൽ N ഈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ n ആണ്. സിൻസ് I n intersection union I K K1 to n minus 1 equal to 5 ആയിരിക്കും. So length of I n is greater than length of I by 2 since x belongs to I ആണ് and I intersection I equal to 5 ആണ്. The distance from x to midpoint of I n is at most length of I plus 1 by 2 ആണ് into length of 1 by n, and hence since length of I is less than 2, length of n distance from and distance from x to mid of I ൻ്റെ മിഡും എക്സ് തമ്മിലുള്ളത് ലെങ്ത് എന്തായിരിക്കും 5 by 2നേക്കാൾ ചെറുതായിരിക്കും. സോ it belongs to 5 star I n subset of union of K n plus 1 infinity and 5 star to I K ആണ്. Let epsilon is greater than 0 there is a natural number n for which summation K n plus n to infinity length of I K is less than epsilon by 5. The choose of n together with inclusion for a real value function f and intersect point x of its domain ആണ്. അപ്പർ ഡെറിവേറ്റീവ് എഫ് അറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് നമ്മൾ ആ സിമ്പിൾ ഇല്ല ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ലോവൽ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിയുടെ താഴെ ഇരിക്കുക കോമ, അത് ഡിഫൈൻഡ് ആണ്. രണ്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അപ്പർ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സുപ്രീമം ഓഫ് 0 ഈസ് ലെസ് ദാൻ മോഡ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി. ആൻഡ് ലോവർ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിമം 0, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എച്ച് ടെൻസ് ടു 0 ഇൻഫിമം 0 ഈസ് ലെസ് ദാൻ മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി. വി ഹാവ് ലോവർ ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇഫ് അപ്പർ ഡെറിവേറ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് അപ്പർ ഡെറിവേറ്റീവ് ഈക്വൽ ടു ലോവർ ഡെറിവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ട്. ആൻഡ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് ടു ബി എ കോമൺ വാല്യൂ ഓഫ് അപ്പർ ആൻഡ് ലോവർ ഡെറിവേറ്റീവ് ആണ്. ദ മീൻ വാല്യൂ തിയറം ഓഫ് കാൽക്കുലസ് വാല്യൂ that if a function f is continuous on a closed and bounded interval CD then differentiable അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ ഇൻ്റർവെല്ലിൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഓൺ ഇറ്റ്സ് ഇൻറ്റീരിയർ സി ഡി വിത്ത് എഫ് ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ഓൺ സി ഡി ആയിരിക്കും. അതായത് ഇൻഫിനിറ്റി ഇൻറ്റു ഡി മൈനസ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സി. ദ പ്രൂഫ് ഫോളോയിങ് ജനറലൈസ്ഡ് ഓഫ് ദിസ് ഇൻഇക്വാലിറ്റി.